കിട്ടിയ അംഗീകാരം എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകർക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരം കൂടിയാണെന്ന് നമ്മൾക്കറിയാം. ഞാൻ ഏകദേശം 35 വർഷത്തോളം കേരളത്തിലെ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുകയാണ്. നമ്മളുടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗം മറ്റ് രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കുന്നതാണെന്ന് നമ്മൾക്കറിയാം. പലപ്പോഴും വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന കേരളത്തിലെ ആളുകൾ ഇന്ന് കേരളത്തിൽ തന്നെ എല്ലാവിധത്തിലുള്ള ചികിത്സകളും ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ ആരോഗ്യരംഗം ഉയർത്താനായി. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിമാനമാണ്. അതിന്റെ ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ ഈ പത്മഭൂഷൺ അവാർഡിനെ ഞാൻ കാണുന്നത്. സാധാരണഗതിയിൽ ആരോഗ്യ മേഖല അങ്ങനെ പരിഗണിക്കപ്പെടാറില്ല എന്ന് തോന്നുന്നു. ചുരുക്കമായിട്ടേ ഉള്ളൂ. സാധാരണ കായിക രംഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതും ആ രംഗങ്ങളാണല്ലോ. ഡോക്ടർമാർ ചെയ്യുന്ന വലിയൊരു സേവനം അത് പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു വാസ്തവമാണ്. അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും സമൂഹത്തിലെ പല സാഹചര്യങ്ങളിൽ നിന്നും വെർബലായിട്ടും ഫിസിക്കലായിട്ടും അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ഞങ്ങള്. ഒരു ബലഹീനരായ എന്നാൽ വളരെ സൈലന്റായിട്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ഡോക്ടർമാര്. അതിന് അവർക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. അറിയാം, റീസെന്റ് ആയിട്ട് നടന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിന്റെ എല്ലാം പിറകില് കറുത്ത കാർമേഘങ്ങളുടെ ഒരു ലൈനിങ് ആയിട്ടൊരു സിൽവർ ലൈൻസ് കാണുന്നത് പോലെയാണ് ഇതുപോലുള്ള അംഗീകാരങ്ങൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഞങ്ങൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ ഹൃദയം മാറ്റിവെക്കപ്പെടുന്നത് 2003 അതിനുശേഷം ഏകദേശം 50-60ഓളം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേരളത്തിൽ നടന്നു, ഇൻക്ലൂഡിംഗ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ. എന്നാൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കേരളത്തിലെ അവയവദാനം നിശ്ചലമായ ഒരു അവസ്ഥയിലാണ്. പല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വ്യക്തികളുടെ തെറ്റായ പ്രചരണങ്ങളിലൂടെയും നമ്മുടെ സമൂഹത്തിലെ അവയവദാനം ഇന്ന് ഓൾമോസ്റ്റ് 0 ആയി മാറിയിരിക്കുകയാണ്. അത് തിരിച്ചും പുനരുദ്ധരിക്കാനുള്ള ഒരു സന്ദേശം കൂടിയായിരിക്കും ഈ വൈദ്യശാസ്ത്ര രംഗത്തിന് കിട്ടിയേക്കുന്ന ഈ അംഗീകാരം. അത് നമ്മുടെ ഗവൺമെന്റും നമ്മളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ജനങ്ങളുമെല്ലാം അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കാനും അനേകായിരങ്ങളുടെ ജീവൻ തിരിച്ചെടുക്കാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനം കൂടെ ഇതിനോടനുബന്ധിച്ചിട്ട് ഞങ്ങളുടെ ഡോക്ടർ കമ്മ്യൂണിറ്റി എടുത്തിട്ടുണ്ട്. സാർ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്, അതായത് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങളും അത് പ്രത്യേകമായി ഈ സമയത്ത് കൂടുന്നുണ്ടോ? സാർക്ക് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തുടങ്ങുന്ന സമയത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ അത് മാസീവായി വരുന്നുണ്ടല്ലോ. ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമായിരുന്നു, കേൾക്കാനേ ഇല്ലായിരുന്നു. ഇപ്പോൾ അത് വളരെ വളരെ കോമൺ ആയിട്ട് മാറിയിരിക്കുക, ഒരു നിത്യസംഭവമായിട്ട് റുട്ടീൻ പാർട്ടായിട്ട് ഇപ്പം നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് പോലെ ഇതുപോലത്തെയുള്ള ഇൻവോൾവ്മെന്റ് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരിക്കലും ഉത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അത് ശക്തമായ നടപടികൾ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടായേ തീരൂ. കാരണം നമ്മളുടെ ആരോഗ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വേറെ ഒന്നിനും നമുക്ക് കൊടുക്കാനാവില്ല. ആരോഗ്യം നിലനിർത്തുന്ന പ്രവർത്തകരുടെ സംരക്ഷണം രാജ്യത്തിന്റെ ഒരു ആവശ്യമായിട്ടും ഒരു നിയമപരമായിട്ടും അതിനെ നേരിടാനുള്ള ഒരു സംവിധാനം അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നന്ദി പറയാനുണ്ടോ? ആരോട് നന്ദി പറയണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും ഭാര്യ, മക്കൾ, കുടുംബാംഗങ്ങളെല്ലാവരും വളരെ എന്റെ പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളുടെ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി എല്ലാവരും ഇന്നിവിടെ വന്നിട്ടുണ്ട്. റിപ്പബ്ലിക് ഡേ എല്ലാവർക്കും നന്ദി പറയുന്നു.